Hi friends, welcome to English Mitra. Welcome to FAQ section. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങൾ ചോദിച്ച ഡൗട്ട്സും നിങ്ങളുടെ കോമൻസിനൊക്കെ മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒത്തിരി കോമൻസ് അയച്ചിട്ടുണ്ട്. അതിൽ റെലവൻ്റ് ആയിട്ട് നമുക്ക് തോന്നിയ, അതായത് ബാക്കിയുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയ കോമൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തുടങ്ങിയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോളാം. ദീസ് ആൻഡ് ദിസ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ക്വസ്റ്റൻ ആക്ച്വലി എനിക്ക് സ്റ്റുഡൻസ് അധികം ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ്. ഈ ദീസ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി പ്ലൂറലി യൂസ് ചെയ്യുന്ന വേർഡാണ്. അപ്പോൾ ഈ ദീസ് ആപ്പിൾസ്, കുറെ ആപ്പിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ദീസ് ആപ്പിൾസ് എന്ന് പറയും. ഇനി ഒരു ആപ്പിൾ ആണെങ്കിൽ ദിസ് ആപ്പിൾ എന്ന് പറയും. ഇത് സ്പീക്കിങ്ങിലൊക്കെ വരുമ്പോഴേ ദീസ് അതൊക്കെ കൺഫ്യൂഷൻ ആയി പോകും. ഒത്തിരി സാധനങ്ങളുള്ളൂ. പ്ലൂറൽ ആണെങ്കിൽ ദീസും സിംഗുലർ ആണെങ്കിൽ ദിസും. വളരെ സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ദിസ് ഡ്രസ് ഈസ് സോ സ്യൂട്ടബിൾ ഫോർ യു. ദിസ് റൈറ്റ്. നല്ല, നിനക്ക് നന്നായി ചേരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആ സെൻറ്റൻസ് അതേപോലെ എടുത്ത് മലയാളത്തിലോട് ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമാണത്. പല സ്റ്റുഡൻസിനും ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. എക്സാക്ട്ലി മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? ആ ഇംഗ്ലീഷിൻ്റെ ആ ഒരു സെൻറ്റൻസിൻ്റെ ഇത് ഒരു സുഖം പോവും. ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി തോന്നും. നമ്മൾ ഒരിക്കലും ദിസ് ഡ്രസ് ഇസ് സ്യൂട്ടബിൾ ഫോർ യു എന്ന് പറയില്ല. സ്യൂട്ടബിൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചേരുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. ചേരുന്നുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ സ്യൂട്ടബിൾ യൂസ് ചെയ്യില്ല. അതിന് പകരമാണ് അതിൻ്റെ വേർബ് ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്യൂട്ട് എന്നുള്ള ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനൊരു ഫ്രേസ് ഉണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്താൽ മതി. അപ്പം ദിസ് ഡ്രസ് സ്യൂട്ട്സ് യു എന്ന് പറയാം, അല്ലാതെ സ്യൂട്ടബിൾ ഫോർ യു എന്ന് പറയണ്ട. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാനല്ലേ ചോദിക്കണ്ടേ? ഇഫ് ഐ സേ അബൌട്ട് മീ, ഇത് കറക്റ്റ് ആണോ? If I say about me എന്ന് പറയില്ല. Talking about me എന്ന് പറയാം. എന്ന് പറയാം. അല്ലെങ്കിൽ if I talk about myself എന്ന് പറയാം. അങ്ങനെ പറയാം. If I myself എന്ന് പറയാം. If I talk about myself അല്ലെങ്കിൽ talking about me എന്ന് പറയാം. ഇത് ആക്ച്വലി നമ്മുടെ FAQന്റെ താഴെ വന്ന കോമന്റ്. നമ്മൾ FAQയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോക്കിംഗ് അബൌട്ട് മീ അല്ലെങ്കിൽ ടോക്കിംഗ് അബൌട്ട് മൈസെൽഫ് എന്ന് പറയാം. പക്ഷെ ഗ്രാമാറ്റിക്കലി ടോക്കിംഗ് അബൌട്ട് മീ ആണ് കറക്റ്റ്. അപ്പം അതിനാണ് ഈ ഡൗട്ട് വന്നിരിക്കുന്നത്. ഈ സേ എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന അവൻ പറഞ്ഞു അല്ലെങ്കിൽ അവൻ പറയാറുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് സേ എന്നുള്ള വാക്ക്. ഹീ സെഡ് ദാറ്റ് അല്ലെങ്കിൽ ഹീ സേസ് അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ സേ യൂസ് ചെയ്യുന്നത്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നുള്ള രീതിയിൽ ടോക്ക് അല്ലെങ്കിൽ സ്പീക്ക് ആണ് നല്ലത്. എപ്പോഴും ടോക്കിംഗ് അബൌട്ട് മീ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇപ്പം ഇഫ് യൂസ് ചെയ്യണം എന്ന് തന്നെയാണ് if I talk about me അല്ലെങ്കിൽ if I speak about myself എന്ന് പറയുന്നതാണ്. I myself യൂസ് ചെയ്യുന്നതാണ് അവിടെ ഏറ്റവും ബെറ്റർ. സേ യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അടുത്തിനി എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി? അതെ, പഠിപ്പിക്കുന്ന ടീച്ചറിന് ഇത് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഞങ്ങളുടെ സ്റ്റുഡൻസ് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഈവൻ ലൈവിലായാലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യം സോഫാർ ഇത് തന്നെയാണ്. ഇന്ത്യയിലെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി? അപ്പം ഈ എത്രാമത്തെ പ്രധാനമന്ത്രി, എത്രാമത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, എത്രാമത്തെ മുഖ്യമന്ത്രി, ഇത് ഈ സ്ഥാനം എത്രാമത്തെ ആണെന്ന് ചോദിക്കാനായിട്ട് നമുക്ക് വാട്ട് ഈസ് ദ ഓർഡിനൽ സ്റ്റാറ്റസ് എന്ന് ചോദിക്കാം. വാട്ട് ഈസ് ദ ഓർഡിനൽ സ്റ്റാറ്റസ്? What is the ordinal status of Narendra Modi as the Prime Minister of India ചോദിക്കാം, അല്ലെങ്കിൽ among the Prime Ministers of India എന്ന് ചോദിക്കാം. among the Prime Ministers of India. പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ എത്രാമത്തെ സ്ഥാനമാണ്, പ്രൈം മിനിസ്റ്റർ ആയിട്ട് എത്രാമത്തെ സ്ഥാനമാണ് എന്നുള്ള രീതിയിൽ എന്ന് കരുതി എത്രാമത്തെ എന്ന് കാണുമ്പോഴേ വാട്ട് ഈസ് ദ ഓർഡിനൽ സ്റ്റാറ്റസ് എന്ന് ചോദിക്കരുത്. ഇതിൻ്റെ എത്രാമത്തെ ചായയാണെന്ന് ചോദിക്കാനായിട്ട് വാട്ട് ഈസ് ദ ഓർഡിനൽ സ്റ്റാറ്റസ് ഓഫ് ദിസ് ടീ എമംഗ് യു അതർ ടീ എന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പം ഇത് ഈ ഒരു കാര്യം, അതായത് പദവിയെക്കുറിച്ച് അല്ലെങ്കിൽ സ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഈ വാട്ട് ഈസ് ദ ഓർഡിനൽ സ്റ്റാറ്റസ് എന്നുള്ള യൂസേജ് തന്നെ വരുന്നത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ ഇത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഇത് എപ്പോഴും വരും. ഇനി ഞാൻ ചോദിക്കാം, യു ഡിഡ്ന്റ് കോൾ എന്ന് വെച്ചാൽ നീ വിളിച്ചില്ലേ എന്നാണോ? അല്ല, യു ഡിഡ്ന്റ് കോൾ എന്ന് പറഞ്ഞാൽ സിംപ്ലി നീ വിളിച്ചില്ല. നീ വിളിച്ചില്ലേ എന്നെങ്ങനെ ചോദിക്കും? Didn't you call എന്ന് ചോദിക്കാം. നീ വിളിക്കാറില്ലേ? ഡോണ്ട് യു കോൾ. എനിക്ക് തോന്നുന്നു ഡോണ്ട് യു കോൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന കോമന്റ് ആണ്. ഡോണ്ട് യു കോൾ നീ വിളിക്കാറില്ലേ? അപ്പം സ്റ്റുഡൻറ്റ് ചോദിക്കുകയാണ് വിളിച്ചില്ലേ എന്ന് എങ്ങനെ പറയാമെന്ന് ചോദിച്ചപ്പോൾ ആ കൂട്ടത്തിലുള്ളൊരു ഡൗട്ടാണ്. യു ഡിഡ്, ഈ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഈ ഡിഡൻറ്റ് ഡോണ്ട് ഫ്രണ്ടിൽ വരും, ഫസ്റ്റിൽ വരും. സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്. ഇത്രയേ ഉള്ളൂ 5 questions.
അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു, പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഇതിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം. ഇതുപോലത്തെ സെൻറ്റൻസസിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം. ഇതുപോലെ FAQ സെഷനിൽ നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആണ്. കുറേ കാര്യങ്ങൾ, നിങ്ങളെ കുറേ ഡൗട്ട്സ് ഒക്കെ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഒരു എക്സ്റ്റെൻഡ് വരെ. അതിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. ഒരിക്കലും ഈ വീഡിയോസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ സംസാരിക്കാൻ പഠിക്കാമെന്ന് വിചാരിക്കരുത്. അപ്പം ഞങ്ങളുടെ കോഴ്സസ്, ഇംഗ്ലീഷ് മിത്രയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന രീതിയിലുള്ള കോഴ്സസാണ്, പേഴ്സണൽ ട്രെയിനറിൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രാക്റ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. English Mitra. Stop worrying, start learning.